വേദിയിൽ മത്സരങ്ങൾ ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ കലക്കം തൃശ്ശൂരിന്റെ മുറ്റത്തേക്ക് എത്തുന്ന ഒരു കലാകാരൻ. മോനെ വാ. കൈരളിയുടെ സ്റ്റുഡിയോയിലേക്കും പെർഫോമൻസ് ഓരോന്നായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. മോനെ പരിചയപ്പെട്ടോളൂ. കൃഷോബ് ആണ് പേര്. പാലക്കാട് ജില്ലയിൽ നിന്നാണ് വരുന്നത്. BSS കൊല്ലങ്കോട് സ്കൂളിലാണ് പഠിക്കുന്നത്. പേരൊന്നും കൂടെ പറയണം. കൃഷോബ്. ഓക്കെ, അപ്പോൾ ശോഭിക്കട്ടെ കൃഷോബിന്റെ നാടോടി നൃത്തം. പോവാം, പെർഫോമൻസിലേക്ക് പോവാം, എന്നിട്ട് കൂടുതൽ സംസാരിക്കാം. ഓക്കെ മോനെ. കമ്പൻ ഒരു തോല ആടിക്കളിക്കുന്നുണ്ടേ, കാവിലമ്മ ദേവ്യേ ഞങ്ങളെ കാത്തോണേ. കമ്പൻ ഒരു തോല ആടിക്കളിക്കുന്നുണ്ടേ, കാവിലമ്മ ദേവ്യേ ഞങ്ങളെ കാത്തോണേ. ചേലക്കുളങ്ങര ചേലുള്ള കാവുണ്ട്, നാടിന്റെ ഐശ്വര്യം വിളങ്ങുന്നു കാവിലും. ചിലമ്പൊലി താളത്തിൽ അരമണി മേളത്തിൽ ഉറഞ്ഞങ്ങു തുള്ളുന്നു ഭഗവതി കോമരമായി. പരാജിതനാം പാണൻ ശംഖു നടന്നു, കല്ലണിക്കോട്ടെ മലബണ്ടാരന്റെ കാൽക്കൽ വീണു. എൻ കുരുത്തക്കേടിനാൽ നഷ്ടമായ ഒരു വിദ്യയല്ല തിരികെ തരണമെന്നവൻ കേണു. മലബണ്ടാരൻ വിദ്യമന്ത്രം ചൊല്ലിക്കൊടുത്തു, കാട്ടുചോല വള്ളിച്ചരടിൽ ഉറുക്കുകരയിൽ കെട്ടി 7 ദിനവും മുല്ലപ്പശ്ശേരിയിൽ കഴിഞ്ഞുകൂടി. തട്ടക തമ്മയെ അടിമയാക്കാൻ ശക്തി നേടി. ഇന്നല്ലോ കാവിൽ ഉത്സവമേളം, മുല്ലത്തറയിലെ തട്ടകത്തമ്മയ്ക്ക് പൊന്തിരി വെട്ടം തെളിച്ചേ. ആനപ്പുറത്തേറി അമ്മ ഭഗവതി നാടു ചുറ്റാൻ വരുന്നേ. താളച്ചിലമ്പോലെ മേളത്തിമർപ്പോടെ കോമരം മുൻപേ നടന്നു നീങ്ങേ. പാഞ്ഞങ്ങു ചെന്നു ചൊല്ലി ശംഖു, ഊച്ചടാ കാല് ഇറങ്ങടി ദേവി, പോരടി എന്റെ കൂടെ. താളം പിഴച്ചു, മേളം നിലച്ചു, കോമരം പാടെ നിലം പതിച്ചു. ഉരുവിട്ട മന്ത്രവും മുറുക്കിന്റെ ശക്തിയും ഉലഞ്ഞു ഭഗവതി ദാസിയായി. മുടിജട കുത്തി വിളറി വിതുമ്പി, എവിടെ നിന്നെങ്ങിനെ രക്ഷ തേടും. നേരം പുലർക്കാലെ നീരാട്ടിനായി ശംഖു പുറപ്പെടുന്നു. ഇഞ്ചയുമെണ്ണ ചിമിഴുമായി പിമ്പെ നടന്നു ഭഗവതിയും. തേച്ചങ്ങുമെഴുക്കും ഇളക്കുന്ന പാണൻ പൊട്ടിയ ചരടും ഉറുക്കുമഴിച്ചു കുളക്കരയിലെ കല്ലിൽ വച്ചു. പാണനെ പിടിച്ചു കെട്ടി ആഞ്ഞങ്ങു ചെളിയിൽ ചവിട്ടി താട്ടി, പിന്നെ ശംഖു പൊങ്ങിയില്ല. കലികയറി കോമരമുറഞ്ഞു തുള്ളി വെളിപ്പെട്ടു ദേവി തിരുനടയിൽ. വാളും ചിലമ്പും കൈകളിലേന്തി നാടുകാനായി ഇറങ്ങി ദേവി. ചേലക്കുളങ്ങര ദേശമാകെ നിന്നു കൈകൂപ്പി തൊഴുതിയിടുന്നു. പാട്ടിനും പാനക്കും വെളിപ്പെട്ട ദേവി, ദേശമാകെ വലം വെച്ചു ദേവി. വീണ്ടും തിരുനട മുൻപിലെത്തി, വെക്കെട്ടും മുച്ചത്തിൽ ആഞ്ഞു ചവിട്ടി തിരുനട താനെ തുറന്നിടുന്നു. ദേവി പ്രതിഷ്ഠയായി കൂടിയിരുന്നു. ചെമ്പട്ടണിഞ്ഞമ്മ ചെമ്പകപ്പൂമാര
അടിപൊളി ഉഷാറായിട്ടുണ്ട് Yes, മോനെ. പൊളി 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 വൻ പൊളി ക്ഷീണിച്ചോ ചെറുതായിട്ട്, കാരണം അത്രയും പവർ പാക്ക് പെർഫോമൻസ് ആയിരുന്നു. ക്ഷീണിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അതെ, അതെ. അടിപൊളിയായിരുന്നു. സ്കൂള് കഴിഞ്ഞ കുറേ വർഷമായി ചാമ്പ്യൻസിനെയും കൊണ്ടുവരുന്ന നാടോടി നൃത്തം ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം സ്റ്റേറ്റ് വരാൻ പറ്റി, ഇപ്രാവശ്യം പറ്റി. എല്ലാ ടീമിനോടും എല്ലാവരോടും ലോട്ട് ഓഫ് താങ്ക്സ്. അടിപൊളി. അപ്പോൾ ഇങ്ങനെ ഹയർ സെക്കൻഡറി വിഭാഗം മത്സരത്തിലാണ് മത്സരിച്ചത്. ഇതോടുകൂടി സ്റ്റേറ്റ് കലോത്സവത്തിനോട് വിട പറയുകയാണോ? അതെ, വിട പറയുകയാണ്. വളരെ സങ്കടമുണ്ട്. ആ സങ്കടങ്ങളൊന്നും വേണ്ട. എല്ലാവരോടും ഞങ്ങൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ സ്റ്റേറ്റ് കലോത്സവം മാത്രമേ ഇല്ലാതാകുന്നുള്ളൂ. ഇനി സോൺ കലോത്സവങ്ങൾ കാത്തിരിക്കുകയാണ് യൂണിവേഴ്സിറ്റി സ്ഥലത്തിൽ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. വീണ്ടും ഒരുപാട് വേദികൾ കിട്ടട്ടെ. കേരളം മുഴുവൻ, നാട് മുഴുവൻ, ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു കലാകാരനായി കൃഷോബ് മാറട്ടെ, ശോഭിക്കട്ടെ, ശോഭനമാവട്ടെ കൃഷോബിന്റെ ഭാവി. താങ്ക് യു മോനെ, താങ്ക് യു സോ മച്ച്.